everyone, welcome to X and Y Learning. അപ്പോൾ CM Kids Scholarship 2026 സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് നമ്മളുള്ളത്. അപ്പം ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിന്റെ പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which among the following inventions that help to gain more popularity to the concepts of Renaissance? അപ്പൊ എന്താണ് ചോദ്യം? നമ്മൾ പഠിക്കുന്നതാണ് റിനൈസൻസ്, അതായത് പുനർജന്മം. അപ്പോ അതിലെ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിലുള്ള കണ്ടുപിടുത്തങ്ങളില് ഇൻവെൻഷൻസിൽ ഈ ഒരു റിനൈസൻസ് എന്ന് പറയുന്നത് പോപ്പുലർ ആക്കാൻ, അതായത് അതിന് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇൻവെൻഷൻ കണ്ടുപിടുത്തം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രിന്റിംഗ് പ്രസ്, ഓപ്ഷൻ ബി ഫ്ലൈയിങ് ഷട്ടിൽ, ഓപ്ഷൻ സി ടെലസ്കോപ്പ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റീം എൻജിൻ. ഓക്കെ, അപ്പോ ഏതാണ് ഇതിന്റെ ആൻസർ? താഴെ തന്നിട്ടുള്ള നമുക്ക് ഓപ്ഷനിൽ കാണുന്ന ഏത് കണ്ടുപിടുത്തം കാരണമാണ് റിനൈസൻസ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്? വേഗം ഒന്ന് മാർക്ക് ചെയ്തേ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ പ്രിന്റിംഗ് പ്രസ് ആണ് റിനൈസൻസിനെ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രിന്റിംഗ് പ്രസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആണല്ലോ, ഒരു കണ്ടുപിടുത്താണ്. നമ്മൾ എപ്പോഴും ക്വിസുകൾക്കൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. അപ്പൊ ആരാണ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ആരാണെന്ന് മക്കള് ഒന്ന് പറഞ്ഞേ, കമന്റ് ഇട്ടേ. അപ്പോ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാണ്? ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ്. 1440കളിലാണ്, നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ 1440കളിൽ ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടിയാണ് നമ്മുടെ റിനൈസൻസ്, അതായത് പുനർജന്മത്തിന് കൂടുതൽ പബ്ലിസിറ്റി, അത് കൂടുതൽ പോപ്പുലർ ആവുന്നത്. അപ്പൊ എന്താണ് റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനർജന്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 14ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെ യൂറോപ്പില് നടന്ന സാംസ്കാരിക കലാശാസ്ത്രീയ നവോത്ഥാന കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിനൈസൻസ് എന്ന് പറയുന്നത്. ഈ റിനൈസൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? റീബർത്ത്, അതായത് പുനർജന്മം എന്നാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് ഈ പേര് വരുന്നത്. ഇനി അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഏതാണ്? ഹ്യൂമാനിസം ആണ് കേട്ടോ. അപ്പോ മാനവികതക്ക് ഊന്നൽ നൽകിയിട്ട് നമ്മുടെ യൂറോപ്പിൽ 14ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് റിനൈസൻസ് എന്ന് പറയുന്നത്. അത് കൂടുതൽ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട്, പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇൻവെൻഷൻ എന്ന് പറയുന്നതാണ് എന്ത്? ജോഹന്നാസ് ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ്. അപ്പോ പ്രിന്റിംഗ് പ്രസ് വന്നപ്പോ എങ്ങനെയാണ് ഈ ഒരു റിനൈസൻസ് കൂടുതൽ പോപ്പുലർ ആയത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടി എന്താവുകയാണ്? ബുക്സ് ബിക്കെയിം ചീപ്പ് ആൻഡ് കോമൺ. അപ്പൊ അതുവരെ ബുക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ അത്രയും സ്ഥാനങ്ങളുള്ള ആളുകൾക്ക് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള കിട്ടുന്ന ഒന്നായിരുന്നു. പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടി എന്താവുകയാണ്? ഈ പുസ്തകങ്ങളൊക്കെ വളരെ ചീപ്പ് ആവുകയും അതുപോലെ കോമൺ ആവുകയും എല്ലാ ആളുകൾക്കും കിട്ടുന്ന തരത്തിലോട്ട് മാറുകയാണ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടെ ഈ ഒരു ബുക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ എളുപ്പത്തില്, അതുപോലെ തന്നെ വളരെ കോസ്റ്റ് കുറഞ്ഞ് ചീപ്പായിട്ട് നടന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? വായിക്കാൻ പറ്റി. അതുപോലെ തന്നെ ബുക്സ് കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഐഡിയ സ്പ്രെഡ് ക്വിക്ക്ലി അല്ലെ? ഓരോ ഐഡിയാസും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ആ ബുക്സിലൂടെ അച്ചടിച്ച് വിടുന്ന കാര്യങ്ങളൊക്കെ എന്താവും? പെട്ടെന്ന് വ്യാപിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂ ഡിസ്കവറീസ് ഇൻ സയൻസ്, ആർട്ട്, ഹിസ്റ്ററി ഒക്കെ എന്ത് ചെയ്യും? യൂറോപ്പിലൂടെ പെട്ടെന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. അതുവഴി ആളുകളെ കൂടുതൽ അറിവുള്ളവരാക്കി മാറ്റി. അപ്പോ അടുത്ത പോയിന്റ് അത് തന്നെയാണ്. മോർ പീപ്പിൾ ലേൺ ടു റീഡ്. പുസ്തകങ്ങൾ പെട്ടെന്ന് കിട്ടാൻ തുടങ്ങിയതോടുകൂടി കൂടുതൽ ആളുകള്, അവര് പാവങ്ങളായിക്കോട്ടെ, പണക്കാരായിക്കോട്ടെ, ഉന്നത സ്ഥാനമുള്ളവരായിക്കോട്ടെ, ഒരു സ്ഥാനവും ഇല്ലാത്തവരായിക്കോട്ടെ, ആരാണെങ്കിലും എന്തായി? അവര് വായിക്കാനൊക്കെ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ആവുകയാണ്? ലിറ്ററസി ഇൻക്രീസ് ചെയ്തു, ആളുകൾ കൂടുതൽ അറിവുള്ളവരായി മാറി. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ പ്രിന്റിംഗ് പ്രസ് റിനൈസൻസിനെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ദ ഡച്ച് ഇൻ ദ വാർ ഓഫ്
കൊളച്ചിൽ. അപ്പോ നമുക്ക് അറിയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാറാണ്, ഒരു യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഈ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചത് എന്നാണ് ചോദ്യം. അതായത് കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാണ് എന്നാണ് ചോദ്യം. നമ്മൾ പഠിക്കുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒന്നാണ്. ഏതാണ് വർഷം? 1741 കേട്ടോ കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. അപ്പൊ നമുക്ക് കുളച്ചിൽ യുദ്ധത്തിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പോ 1741 നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൊളച്ചിൽ എന്ന് പറയുന്നത്. അത് നടന്നത് ആരൊക്കെ തമ്മിലാണ്? കിങ് മാർത്താണ്ഡവർമ്മ ഓഫ് ട്രാവൻകൂർ ആൻഡ് ഡച്ച്. അപ്പോ തിരുവിതാംകൂറിലെ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മ രാജാവും ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് കൊളച്ചിൽ യുദ്ധം. ഇനി ആ ഡച്ചുകാരെ ഈ ഒരു യുദ്ധത്തിൽ കമാൻഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരുടെ സേനാധിപൻ ആരായിരുന്നു? ഡിലനോയ് എന്ന് പറയുന്ന കമാൻഡർ ആയിരുന്നു. അങ്ങനെ ഈ യുദ്ധത്തിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മ ജയിക്കുകയും ഡിലനോയിയെ എന്ത് ചെയ്യാണ്? നമ്മൾ തടവിലാക്കുകയാണ്. പിന്നീട് ഈ ഡിലനോയ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ട്രാവൻകൂർ ആർമിക്ക്, അതായത് തിരുവിതാംകൂർ ആർമിക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ യുദ്ധത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഏഷ്യൻ വിക്ടറി ഓവർ എ യൂറോപ്യൻ പവർ എന്നുള്ളതാണ്. അതായത് ഒരു യൂറോപ്യൻ ശക്തിയെ ആദ്യമായിട്ട് തോൽപ്പിക്കുന്ന ഒരു ആദ്യത്തെ ഏഷ്യൻ രാജ്യം, അല്ലെങ്കിൽ ആദ്യത്തെ ഏഷ്യൻ യുദ്ധമാണ് എന്ത്? കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു യുദ്ധം, അല്ലെങ്കിൽ വേറൊരു രാജാവ് കൂടെ ഉണ്ട്. അതുകൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ട്. ആരാണ്? നമ്മുടെ പഴശ്ശിരാജ, അല്ലെ? സിനിമയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പഴശ്ശിരാജ നയിച്ചിട്ടുള്ള കലാപങ്ങളുണ്ട്. പഴശ്ശിരാജ റിവോൾട്ട് എന്നറിയുന്നത് 1793 മുതൽ 1805 വരെയാണ് ഈ ഒരു കലാപങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോ അതിന്റെ പോയിന്റ്സ് നോക്കാം നമുക്ക്. കേരളവർമ്മ പഴശ്ശിരാജയാണ് ഈ ഒരു പഴശ്ശിരാജ റിവോൾട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ലീഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ നയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അത് എവിടെയാണ് സ്ഥലം? വയനാട് ഫോറസ്റ്റ്, വയനാട് കാടുകളിലാണ് പഴശ്ശിരാജ ഈ ഒരു യുദ്ധം നടത്തിയിട്ടുള്ളത്. ഇനി പഴശ്ശിരാജ ഉപയോഗിച്ചിട്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? ഗറില്ല വാർ, ഗറില്ല യുദ്ധതന്ത്രമാണ് പഴശ്ശിരാജ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഗറില്ല യുദ്ധതന്ത്രം എന്ന് പറയുന്നത്? കാട്ടിൽ ഒളിച്ചിരിക്കും, എന്നിട്ട് നമ്മുടെ ശത്രുക്കൾ വരുന്ന സമയത്ത് അവര് കാണാതെ നമ്മൾ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന, അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന് നമ്മൾ ആക്രമിക്കുന്നതാണ് ഗറില്ല വാർ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഓക്കെ, ഇനി ഈ പഴശ്ശിരാജയെ ഹെൽപ്പ് ചെയ്തിരുന്ന, സഹായിച്ചിരുന്ന വയനാട്ടിലെ ഒരു വിഭാഗം ട്രൈബ്സ് ഉണ്ട്, ആദിവാസികളുണ്ട്. അവരാണ് ആര്? കുറിച്യ ട്രൈബ്സ്. കുറിച്യ ആദിവാസി വിഭാഗക്കാര് പഴശ്ശിരാജയെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു യുദ്ധ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ പഴശ്ശിരാജയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ലയൺ ഓഫ് കേരള, കേരളത്തിന്റെ സിംഹം എന്നാണ് നമ്മുടെ പഴശ്ശിരാജ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറയും, അതിൽ പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് കൂടെ ആഡ് ചെയ്തിട്ട് മക്കൾക്ക് കുറച്ചുകൂടെ കൂടുതൽ കണ്ടന്റ് കിട്ടുന്ന വിധത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഹെൽപ്ഫുൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.